ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷാനവാസും അനീഷും തമ്മിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നീ ചെയ്തത് ശരിയായില്ല. ഇപ്പം ഷാനവാസും ആദിലയും കൂടെ തമ്മിൽ മുട്ടനടിയായിരുന്നു. അപ്പോൾ പറയുന്നത്, ഞാൻ ഇവരെ സ്വന്തം പെങ്ങന്മാരെ പോലെ കണ്ടിട്ട് അവരെനിക്കിട്ട് പണി തന്ന് ആദിലയാണ് എന്നെ നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പം അനീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഒറ്റക്ക് കളിച്ചാൽ പോരെ, നീ ഗ്രൂപ്പ് ചേർന്ന് കളിച്ചെന്തിനാ എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നത്, ഞാൻ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്നതാണ്. ഇവരുടെ പല കാര്യങ്ങളും ഉണ്ട്, അത് ഞാനിപ്പം നിന്നോട് പറയുന്നില്ല. പക്ഷേ അനീഷ് പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, നീ എന്തിനാ അവരുടെ കൂടെ നിൽക്കാൻ പോയത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, എന്നെ നോമിനേറ്റ് ചെയ്തത് ആദിലയാണ്, അവരോർത്ത് ഞാൻ അറിയത്തില്ല എന്നോർത്ത് അവർക്ക് വേണ്ടി ഞാൻ പലരോടും പിണങ്ങേണ്ട വന്ന്. കാരണം മറ്റേ സീക്രട്ട് ടാസ്കിലും അവർക്ക് ഫുഡ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ആ ടാസ്ക് തന്നെ ഷാനവാസ് പൊളിച്ചത്. അവസാനം ആദിലയുടെ നിന്ന് തന്നെ കിട്ടി. ആദ്യം നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ്. അപ്പോൾ അനീഷ് പറയുന്നത്, നീ ഒറ്റക്ക് കളിക്കണ്ടേ. എന്നിട്ട് അനീഷ് പറയുന്നത്, ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്തായിരുന്നു, നിൻ്റെ ഇവിടെ കഴിഞ്ഞ വീക്ക് നടന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്ത് നമ്മൾ പറയുകയും ചെയ്യും, പക്ഷേ ഇവരെനിക്കിട്ട് പണിയുമെന്ന് ഞാൻ ഓർത്തില്ല, ഇവർക്ക് ഞാൻ പണി കൊടുക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നത്, നീ ഗ്രൂപ്പ് ചേർന്ന് കളിക്കാൻ പോയിട്ടല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് കിട്ടിയത്, നീ ഒറ്റയ്ക്ക് കളിക്കണമായിരുന്നെന്ന് പറഞ്ഞാൽ നല്ല ഉപദേശമാണ് അനീഷ് ഷാനവാസിന് കൊടുക്കുന്നത്. എന്തായാലും പെങ്ങൾ കുട്ടി ആങ്ങള ബന്ധം ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഷാനവാസിന് ഇവരുടെ കള്ളത്തരം, ആദിലയുടെയും നൂറയുടെയും കള്ളത്തരം മനസ്സിലായി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.